ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരായിരിക്കും. ബിക്കോസ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. എന്താണ്, കഴിഞ്ഞ ദിവസം ഒപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിനെപ്പറ്റി റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ലയൺ ഗേറ്റ്സ് പോർട്ടൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വളരെ വലിയ പ്രത്യേകതയാണുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് അഫർമേഷൻസ് പല രീതിയിലുള്ള ഏതൊക്കെ രീതിയിലുള്ള അഫർമേഷൻസ് വേണം, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇന്ന് ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് നിങ്ങൾ കരുതുക. ബിക്കോസ് വേറൊന്നുമല്ല, നിങ്ങൾക്കിത് ചെയ്ത് നോക്കാനായിട്ട് വലിയൊരു അവസരമാണ്. ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ നടക്കുന്ന ഒരു ദിവസങ്ങളിലൊന്നാണ് ഇന്ന്. അതായത് ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 8 2025 ഓഗസ്റ്റ് 8. അതായത് 888 3 ചേർച്ചയാണ് ഇവിടെ വരുന്നത്. അതായത് 888. ഈ 8 എന്ന് പറയുന്ന നമ്പർ നമുക്കറിയാം ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി മീൻസ് നമുക്കറിയാം അനന്തതയാണ്. ഇപ്പോൾ ഞാൻ 8 എന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ബുക്കിനകത്ത് ഇങ്ങനെയാണ് സാധാരണ എഴുതുന്നത്. പക്ഷേ ഞാനിപ്പോൾ നേരെ തിരിച്ച് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇൻഫിനിറ്റി മോഡലാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 8 എന്ന് പറയുന്നത് അനന്തതയുടെ പ്രതീകമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ആ ഒരു അനന്തതയിൽ നിന്ന് നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലയൺ ഗേറ്റ് പോർട്ടൽ ഇന്ന് വളരെ സുലഭമായിട്ട് ഒരുപാട് പേര് വീഡിയോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ ആ വീഡിയോയിൽ നമുക്ക് ഏതൊക്കെ ടൈമിലാണ് ചെയ്യേണ്ടത് എന്നൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മറക്കാതെ നിങ്ങളിത് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാവിലെ തൊട്ട് നൈറ്റ് വരെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ എന്താണ് രാവിലത്തെ ടൈമിങ് കഴിഞ്ഞു, പക്ഷേ വേറെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതായത് നമുക്ക് പീക്ക് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് നമുക്ക് ഒരു വൈകുന്നേരം തൊട്ട് ഇതിൻ്റെ പീക്ക് അവർ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ആ പീക്ക് അവറിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. എനർജിയുടെ എല്ലാത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇന്നത്തെ പീക്ക് അവർ എന്ന് പറയുന്നത്. അപ്പോൾ മറക്കാതെ ഇന്നത്തെ ഈ ഒരു എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങളൊരു ബുക്ക് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ബുക്കോ ഒരു പേനയോ എടുത്ത് വെക്കുക. എക്സ്പെഷ്യലി പറയുകയാണ്, ഒരിക്കലും വേറെ പേനയൊന്നും എടുക്കരുത്. ഗ്രീൻ പെന്നോ അല്ലെങ്കിൽ റെഡ് പെന്നോ എടുക്കുക. ഗ്രീൻ പെന്നാണ് ഏറ്റവും നല്ല പെൻ. ഓക്കെ, അതായത് നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളർ കോഡ് ഗ്രീൻ തന്നെയാണ്. അതുകൊണ്ട് ഗ്രീൻ പെൻ വെച്ചിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് കുറച്ച് സക്സസ് ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പീഡിനാണ് വീഡിയോ പറഞ്ഞു പോകുന്നത്. ചിലപ്പോൾ ലെങ്ത് വന്നാലോ എന്ന് വെച്ചിട്ടാണ് സ്പീഡിന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങൾ, അതായത് സിറിയസ്, ഭൂമി, സൂര്യൻ, ഇങ്ങനെ 3 ഗ്രഹങ്ങൾ നേർരേഖയിൽ വരുന്ന സമയമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മിക്കയിടത്തും ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ നടക്കുന്നു. അപ്പോൾ ഈ ഒരു എനർജിയുടെ ഒരു കൂട്ടായ ദിവസമാണ് ഇന്ന് നമുക്ക് പൊതുവേ നോക്കുകയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ കുറച്ച് ചൂടും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു ഉഷ്ണം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി നമ്മളോട് ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ ഇരിക്കുന്നെങ്കിലും എൻ്റെ അടുത്തൂടെ കുറേ എനർജീസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ എനർജി പാസ് ചെയ്ത് പോകുന്നുണ്ട്. പല രീതിയിൽ യൂണിവേഴ്സിൽ നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം നമ്മൾ മറ്റൊരാളിലേക്ക്, അതായത് നമുക്കറിയാവുന്നൊരു കാര്യം നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഫാമിലി പ്രോബ്ലംസ് ഉള്ളവരാണ്, നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്, ഇനി ഇത് കൂടാതെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവരാണ്, ഏത് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ സൊല്യൂഷനാണ് ഇന്നത്തെ ദിവസം. മാനിഫെസ്റ്റേഷൻ കണ്ടിന്യൂസ് ചെയ്തിട്ട് വർക്ക് ആവുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല, കോൺഫിഡൻസ് കിട്ടുന്നില്ല, ഒന്നും മാനിഫെസ്റ്റ് ആകുന്നില്ല എന്ന് പറയുന്നവർക്കും ഏറ്റവും വലിയൊരു ദിവസമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ദിവസം നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഉണ്ടാവുന്നത്. കാരണം ഇതുപോലുള്ള ഏറെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഈ മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ചെയ്യുന്ന ഏറ്റവും ലക്കായിട്ടുള്ള കുറച്ച് ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ മാത്രമാണ് കണ്ടിന്യൂസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് എടുത്തെടുത്ത് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തൊക്കെയാണ് ലയൺ ഗേറ്റ്സ് പോർട്ടലിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. പോർട്ടൽ ഓൾറെഡി ഓപ്പൺ ആണ്. അത് ഏകദേശം കുറച്ച് ദിവസങ്ങൾ കൂടെ അത് നിൽക്കും. പക്ഷേ അതിൻ്റെ പീക്ക് ഡേ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ വൈകിട്ട് രാത്രി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് നമ്മൾ ആദ്യം മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആയിരിക്കുക. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഇന്ന് കുറേ നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ്സോ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സംഭവങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സൈലൻ്റ് ആയിട്ട് അതിനെ ഒന്ന് നേരിടാൻ ശ്രമിക്കുക. അത് നിങ്ങൾ പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഭൂമിയിൽ പോസിറ്റീവ് മാത്രമല്ല ഉണ്ടാകുന്നത്, നെഗറ്റീവ് വൈബ്സും ഉണ്ടാകും. അപ്പോൾ നെഗറ്റീവിനെ ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾ മാറ്റി വെച്ച് ഈ ഒരു വീഡിയോ വളരെ പോസിറ്റീവ് മൈൻഡായിട്ട് ബിലീവോടെ കാണാൻ ശ്രമിക്കുക. ഇനി ബിലീവോടെ നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിക്കുക, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, പ്രശ്നം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ബിലീവ് ഇല്ലാതെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്നതായി കാണാം. നിങ്ങൾക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസും ഒക്കെ പല രീതിയിൽ നമുക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ കാണാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം.
പറയാം. അപ്പോൾ നമ്മുടെ ചിന്തയാണെങ്കിലും ആഗ്രഹമാണെങ്കിലും വിശ്വാസങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് 2025 ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അഫർമേഷൻ, ഹീലിംഗ്, ലെറ്റിൻ ഗോ എന്നിങ്ങനെ 3 മെത്തേഡുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 8 എന്ന് പറയുന്ന ഇൻഫിനിറ്റി സിംബലിനെ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കടക്കുകയാണ്. അതായത് ഇന്നത്തെ മണിക്കൂർ എന്ന് പറയുന്നത് 8 മണിക്കൂർ പീക്ക് അവറാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ പറയുന്നത്. ഓഗസ്റ്റ് 8 8 മണിക്കൂറാണ് പീക്ക് അവർ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 888 എന്ന് പറയുന്നത് 3 ഗ്രഹങ്ങളുടെ നേർരേഖയിൽ വരുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ രാവിലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ചെയ്യാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. അടുത്ത പീക്ക് അവർ വരുന്നുണ്ട്, ആ ഒരു പീക്ക് അവറിൽ നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ രാവിലെ ഒരു 5 മണി തൊട്ട് രാവിലെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ബ്രഹ്മമുഹൂർത്തം അതായത് 5 മണിക്ക് എഴുന്നേൽക്കുക. 5 മണി തൊട്ട് 7 മണി വരെ 5 to 7 മണി വരെ ആ ഒരു എനർജി ഫ്ലോ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഇൻറ്റൻഷൻ വെക്കുക. നമ്മളൊരു ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു എന്ന രീതിയിൽ എഴുതുക. അതായത് ഞാൻ ഇന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു, എനിക്ക് കുറേ പണം ലഭിച്ചു, നന്ദി യൂണിവേഴ്സ്. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആദ്യം 8 എണ്ണം എഴുതുക. അതിനുശേഷം ആഗ്രഹിച്ച് നടന്ന കാര്യങ്ങൾ 8 എണ്ണം എഴുതുക. അതായത് നമുക്കിപ്പോൾ എന്ത് നേടി എന്നുള്ളത് 8 എണ്ണം എഴുതുക. ഇനി എന്താണ് നേടാനുള്ളത്, അത് നേടി എന്നുള്ള രീതിയിൽ 8 എണ്ണം എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 8 എണ്ണം എഴുതി, അതായത് 8 8 8 പിന്നെ 8 പ്രാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് അഫർമേഷനായിട്ട് പറയുക. എനിക്കെല്ലാം ലഭിച്ചു എന്ന രീതിയിൽ അഫർമേഷനായിട്ട് പറയുക. അപ്പോൾ ടൈമിങ് എടുത്ത് പറയുകയാണ്. ഇന്നത്തെ രാവിലത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 5 മണി തൊട്ട് 7 മണി വരെ ആയിരുന്നു. 5 AM to 7 AM വരെ ആയിരുന്നു രാവിലത്തെ സമയം. നമ്മുടെ ബ്രഹ്മമുഹൂർത്തത്തിന് കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് 11 AM തൊട്ട് 1:11 PM വരെയാണ്. അതായത് നമ്മൾ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 1:11 PM വരെയാണുള്ള സമയം എന്ന് പറയുന്നത്. അതിനുശേഷം ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു സമയം ഞാൻ എടുത്തു പറയുകയാണ്. പീക്ക് അവർ, അത്രത്തോളം പീക്ക് അവറായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് പറയുന്നത്. 8:08 തൊട്ട് 9:09 വരെയുള്ള സമയം. 8:08 തൊട്ട് 9:09 വരെയുള്ള സമയം. ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്തിൽ ഏതെങ്കിലും ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡോ എങ്കിലും നിങ്ങൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, ഓഫ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ച് വെക്കുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക, ജേണൽ റൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ വേണമെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. നിങ്ങൾക്കൊരു സീക്രട്ട് ബുക്ക് ഉണ്ടായിരിക്കുമല്ലോ, ഈ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന സീക്രട്ട് ബുക്കിലേക്ക് നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സമയമാകുമ്പോൾ, കറക്റ്റ് 8:08 എന്ന് പറയുന്ന സമയമാകുമ്പോൾ, വൈകുന്നേരം രാത്രി ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ പതിയെ ഒരു ഇരുട്ടുള്ള റൂമിൽ നിങ്ങളുടെ റൂമിൻ്റെ ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് അണയ്ക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ണടച്ച് ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് കുറച്ച് ദൂരെയായിട്ട് മാറ്റിയിട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് എന്ത് ചെയ്യുക, കത്തിച്ചു വെക്കുക. അതായത് പ്രകാശം നമ്മൾ എനർജിയിൽ നിന്ന്, അതായത് നോർമലി നമ്മൾ ആർട്ടിഫിഷ്യൽ ആക്കുന്ന രീതിയിലുള്ള ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊന്നുമല്ല, പകരം നമ്മൾ എന്തെങ്കിലും ക്യാൻഡിൽ കത്തിച്ചു വെച്ച് ആ ദീപത്തിൽ നിന്ന് വരുന്നൊരു എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എനർജിയിലാണ് നമ്മുടെ ഡിസയർ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്യാൻഡിലിൻ്റെ മുന്നിൽ ഇരുട്ടത്ത് നിങ്ങൾ ഇവിടെ ക്യാൻഡിൽ കത്തിച്ചു വെക്കുന്നു. അതിനുശേഷം കുറച്ച് ദൂരെയായിട്ട് നിങ്ങൾ ഇരിക്കുന്നു. ഇരുന്ന ശേഷം കണ്ണടയ്ക്കുന്നു. കണ്ണടച്ച ശേഷം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുക, എന്ത് വേണം, ഏത് കാര്യമാണ് വേണ്ടത്, വളരെ കോൺസെൻട്രേഷനോടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം, ആ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ കണ്ണടച്ച ശേഷം അത് നടന്നതായിട്ട് കാണുക. ഇപ്പോൾ നിങ്ങൾ പൈസയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ കണ്ണടയ്ക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഫുൾ ഇരുട്ടാണ്, ഓപ്പോസിറ്റ് ചെറിയൊരു വെളിച്ചമുണ്ട്. ആ ഒരു വെളിച്ചം നമ്മുടെ കണ്ണിലടിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ അവിടെ ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കത്തിച്ചു വെച്ചിട്ട് നിങ്ങൾ ഓപ്പോസിറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ഡിസയർ ചെയ്യുവാണ്. അതായത് കണ്ണടയ്ക്കുന്നു. നിങ്ങൾക്കൊരു ഇൻറ്റൻഷൻ മനസ്സിലുണ്ടായിരിക്കണം. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ 8 മണിക്ക് മുമ്പ് തന്നെ ഇന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാത്രി ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ ദയവ് ചെയ്ത് അന്നത്തെ ദിവസം, അതായത് ഈ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ഫോൺ എടുക്കരുത്. കാരണം ഫോൺ എടുക്കും, ഫോണിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻസോ ബെല്ലുകളോ പല രീതിയിലുള്ള മെസ്സേജുകളോ കാര്യങ്ങളോ കാണുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് ഔട്ട് ആകുന്നു, ഫോക്കസ് വിട്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുന്നു, ക്യാൻഡിൽ ലൈറ്റിൻ്റെ മുന്നിലിരിക്കുന്നു. ഇരുന്ന ശേഷം നടു ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ നിവർത്തിയാണ് ഇരിക്കുന്നത്. നടു നിവർന്നൊന്നിരിക്കുന്നു. നടു നിവർന്നിരുന്ന ശേഷം നമ്മൾ പറയുന്ന അഫർമേഷൻ ഉണ്ട്. അതായത് ആദ്യം നിങ്ങൾ കാണുന്നു നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പറയുന്നത് മണിയാണ്. അപ്പോൾ എനിക്ക് ഇന്നൊരു 5000 വേണം, 5000 വേണമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, എനിക്കിപ്പോൾ എൻ്റെ മുന്നിൽ
എങ്ങനെയെങ്കിലും എനിക്കൊരു 5000 രൂപ കിട്ടിയേ പറ്റുമെന്ന് നിങ്ങൾ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് കൊണ്ടുവരും. ഇത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്ത് 100% ഞാൻ പറയുവാണ്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമില്ല. മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ മുന്നിൽ എത്തും. സോ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. മറ്റുള്ളവർ പറയുന്ന ബിലീവ് അല്ലാത്ത കാര്യം, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് മൈൻഡിൽ വെച്ചിട്ട് നടക്കോ ഇല്ലയോ എന്നുള്ള ചിന്താഗതി വിടുക. അതിനുശേഷം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് പോസിറ്റീവായിട്ട് നടന്നു എന്ന രീതിയിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുന്നു. കണ്ണടച്ച ശേഷം നിങ്ങളുടെ കയ്യിലേക്ക് ഒരാൾ, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന, നേരിട്ട് നിങ്ങൾ കണ്ട് നിങ്ങളുടെ റിലേറ്റീവ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ കൈകളിലേക്ക് പെട്ടെന്ന് പൈസ കൊണ്ടുവരുന്നത് കാണുന്നു. നിങ്ങൾ ആ പൈസ മേടിക്കുന്നു, പൈസ എണ്ണി നോക്കുന്നു. ആ എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യമുള്ളത് ആ എമൗണ്ട് എണ്ണുന്നത് പോലെ ആയിരിക്കണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അതിന് എണ്ണിയ ശേഷം നിങ്ങൾ നിങ്ങളുടെ കബോർഡിലോ നിങ്ങൾ എവിടെയാണ് പൈസ സൂക്ഷിക്കുന്നത് അങ്ങോട്ടേക്ക് കൊണ്ടുവെക്കുന്നു. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു. എടുത്ത ശേഷം നിങ്ങളത് അത് ഫീൽ ചെയ്യുന്നു. അതായത് ആ പൈസ നമ്മളിങ്ങനെ മേടിച്ചിട്ട് കയ്യിൽ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അതൊരു നോട്ടിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അതിങ്ങനെ ഫീൽ ചെയ്യുന്നത് പോലെ കാണിക്കുന്നു. അതിനുശേഷം നിങ്ങൾ പതിയെ കണ്ണ് തുറക്കുന്നു. കണ്ണ് തുറക്കുമ്പോൾ കണ്ണിൻ്റെ നേർരേഖയായിട്ടാണ് നമുക്ക് എന്തിരിക്കുന്നത്, ക്യാൻഡിൽ ഇരിക്കുന്നത്. അതായത് ക്യാൻഡിൽ കത്തിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, കത്തിച്ചു വെച്ചിരിക്കുന്ന ആ ക്യാൻഡിലോട്ട് നോക്കുക. നോക്കിയ ശേഷം നിങ്ങൾ പറയേണ്ടത്, ഞാൻ എൻ്റെ സമൃദ്ധിയെ സ്വീകരിച്ചിരിക്കുന്നു. ഇത് അഫോമേഷനാണ്. ദയവ് ചെയ്ത് ഈ അഫോമേഷൻ ഒന്നെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളിത് കേൾക്കുക. ഓക്കെ, ഞാൻ എൻ്റെ സമൃദ്ധിയെ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ സമൃദ്ധിയെ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സ്നേഹം കൂടുതൽ ഉണ്ടാകുന്നു. എൻ്റെ ജീവിതത്തിൽ സ്നേഹം കൂടുതൽ ഉണ്ടാകുന്നു. യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഒന്നും കൂടെ പറയാം, 3 അഫർമേഷനാണുള്ളത്. ഞാൻ എൻ്റെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സ്നേഹം ഒഴുകി വരുന്നു. യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അഫർമേഷനായിട്ടുള്ളത്. ഇനി ഈ അഫർമേഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ പറയുക. അപ്പോൾ ആ ഒരു ക്യാൻഡിലിൽ ഇങ്ങനെ തീനാളം ഇങ്ങനെ ആളി കത്തിരിക്കൊണ്ടിരിക്കുന്ന ആ തീനാളത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. തീനാളത്തിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ആ തീയുടെ ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ഫോക്കസ് കൊടുക്കുകയാണ്, കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ആ ഒരു തീയിലേക്ക്. ഇപ്പോൾ ഇതൊരു ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഇതിവിടെ ഒരു ക്യാൻഡിൽ ഞാൻ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇവിടെ വെച്ചിരിക്കുന്ന ക്യാൻഡിലിൻ്റെ നേരെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ നേരെ തന്നിരിക്കുന്ന ക്യാൻഡിൽ ഇങ്ങനെ കത്തുന്നതിൻ്റെ ഈ ഒരു നടുക്ക് പോർഷൻ ഉണ്ടല്ലോ, അതായത് ക്യാൻഡിലിൻ്റെ മെയിൻ ആ പോർഷൻ, ആ ഒരു പോർഷനിലേക്ക് ഞാൻ ഭയങ്കര ഇതായിട്ട് ഞാൻ നോക്കുകയാണ്, ഭയങ്കര ഇതായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ നോക്കി ഞാൻ ഫോക്കസോടെ അങ്ങോട്ടേക്ക് തന്നെ നോക്കുന്നു. നോക്കിയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും കിട്ടി, ഞാൻ ആഗ്രഹിക്കുന്ന പണം കിട്ടി, ഞാൻ ആഗ്രഹിക്കുന്ന സമ്പത്ത് കിട്ടി, ഞാൻ എല്ലാ കാര്യങ്ങളും കിട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കണ്ണടച്ചിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത കാര്യം തന്നെ നിങ്ങൾ ആ ഒരു തീയിലൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, പറയുന്നു. അതായത് മൈൻഡിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാം. ഇത്രയും അഫർമേഷൻസ് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് ഒന്നുകിൽ മൈൻഡിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് ആ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, അത് പറഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ബുക്ക് എടുക്കുക. അതായത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുന്നു. അതായത് നമ്മളെ സീക്രട്ട് ബുക്ക് എന്ന് പറഞ്ഞത്, മണി മാനിഫെസ്റ്റേഷന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സീക്രട്ട് ബുക്കുണ്ട്. ആ ഒരു ബുക്കിലേക്കാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത്. ഇനി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ബുക്ക്, അതായത് പെട്ടെന്നൊരു ബുക്ക് എടുത്ത് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, ഭയങ്കര നല്ല വൃത്തിയുള്ളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിനകത്തൊന്നും അഴുക്ക് പറ്റാതിരിക്കട്ടെ. അപ്പോൾ ആ ഒരു പേപ്പറിലേക്ക് ഞാൻ ഈ പറഞ്ഞ 3 അഫർമേഷൻസ് എഴുതുക. ഞാൻ എൻ്റെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സ്നേഹം ഒഴുകി വരുന്നു. യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ എൻ്റെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സ്നേഹം ഒഴുകി വരുന്നു. യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങൾ താഴെ 3 എണ്ണമായിട്ട് നിങ്ങൾ എഴുതുക. 3 എണ്ണമായിട്ട് എഴുതിയ ശേഷം നിങ്ങൾ എന്താണോ ലൈഫിൽ ഇപ്പം നേടിയ കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഡോക്ടറായി, അല്ലെങ്കിൽ ഞാൻ ടീച്ചറായി, നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ ഞാൻ വീട്ടമ്മയാണ്, അപ്പം നമുക്ക് എന്താണ് നമ്മൾ ഹാപ്പി, എനിക്കിപ്പോൾ മക്കളുണ്ട്, ഞാൻ ഹസ്ബൻഡുമായിട്ട് നല്ല സുഖമായി ജീവിക്കുന്നു. നിങ്ങളുടെ ഹാപ്പി ആയിട്ട് കറൻ്റ്ലി നിങ്ങളുടെ സാഡായിട്ടുള്ള കാര്യമല്ല എഴുതേണ്ടത്. നിങ്ങൾക്ക് നിലവിൽ ഹാപ്പി ആയിട്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സന്തോഷിക്കപ്പെട്ട, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നമുക്ക് മനസ്സിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു മൂമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വെറും ഒരു സെൻറ്റൻസിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, ഞാൻ സന്തോഷവതിയാണ്, ഇപ്പോൾ എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി, സന്തോഷവതിയാണ്, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു, എന്താണ് ആ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു 8 കാര്യം ഇതിന് ശേഷം ഈ ഒരു 3 അഫർമേഷൻസ് എഴുതിയ ശേഷം ആ ഒരു 8 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, താഴെ എഴുതുന്നു.
അപ്പോൾ ആദ്യം 3 അഫർമേഷൻ എഴുതുന്നു. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്ക് നടന്ന 8 കാര്യങ്ങൾ എഴുതുന്നു. അതിനുശേഷം ഇനിയാണ് നമ്മൾ എനർജിയുടെ ലെവൽ കൂട്ടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ഇനി ലൈഫിൽ നടക്കാൻ ആഗ്രഹിക്കുന്നത്, ആ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ താഴെ 8 എണ്ണമായിട്ട് എഴുതുന്നു. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുവാണ്, എനിക്ക് 50,000 രൂപ, അതായത് എനിക്ക് 50,000 രൂപ തന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് വേണം, പക്ഷെ എനിക്ക് തരണേ എന്ന് പറയുന്നില്ല. തന്നതിന് യൂണിവേഴ്സിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത്, എല്ലാം യൂണിവേഴ്സിന് കടപ്പെട്ടിരിക്കുന്നു. ഗ്രേറ്റ്ഫുൾ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. എല്ലാത്തിനകത്തും ഗ്രേറ്റ്ഫുൾ യൂസ് ചെയ്യണം. ഇപ്പം മലയാളം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രേറ്റ്ഫുൾ ആവേണ്ടത്. ഇന്നത്തെ ദിവസം നമ്മൾ എത്രത്തോളം യൂണിവേഴ്സിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എത്രത്തോളം പറയുന്നു, അത്രത്തോളം നമുക്ക് മണി നമ്മുടെ മുന്നിലേക്ക് വരുന്നതായിട്ട്, മണി ഇനി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നിങ്ങൾ ചെയ്യുന്ന ഇന്നത്തെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ 6 മാസം കൊണ്ട് നമ്മുടെ ലൈഫ് മൊത്തത്തിലൊന്ന് ചേഞ്ച് വരുന്നതായിട്ട് കാണാം. ബിക്കോസ് ഇന്നത്തെ സമയം അത്രത്തോളം പ്രഷ്യസ് ആയിട്ടുള്ള സമയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്തു. അതായത് നിങ്ങൾ 8 കാര്യങ്ങൾ നമുക്ക്, ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ, നിങ്ങളുടെ എന്തൊക്കെയാണ് ആവശ്യമെന്ന്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നടക്കാനുള്ളത്, ആ കാര്യം നടന്നു എന്ന രീതിയിൽ 8 എണ്ണം താഴോട്ട് എഴുതുക. ആദ്യം നിങ്ങൾ അഫർമേഷൻ എഴുതുന്നു. അഫർമേഷൻ എഴുതിയ ശേഷം നിങ്ങൾ നടന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എഴുതുന്നു. ഇനി നടക്കാനുള്ള കാര്യങ്ങൾ നടന്നു എന്ന രീതിയിൽ അടുത്ത 8 എണ്ണം നിങ്ങൾ എഴുതുന്നു. അപ്പോൾ 8 അതിനു മുമ്പ് 3 അഫർമേഷനും നിങ്ങൾ എഴുതി വെച്ചു. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്നത്, നമ്മൾ ലെറ്റിൻ ഗോ മെത്തേഡാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇവിടെ വെച്ച് നിർത്തി നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അടുത്ത ബാക്കി നമ്മൾ സ്റ്റേജിലേക്ക് കടക്കണം. അപ്പോൾ ബാക്കി സ്റ്റേജ് എന്ന് പറയുന്നത് ലെറ്റിൻ ഗോ മെത്തേഡാണ്. ലെറ്റിൻ ഗോ മെത്തേഡ് നമുക്ക് പല രീതിയിലാണ് ചെയ്യാം. മിക്കവരിലും മാനിഫെസ്റ്റേഷൻ വർക്കാവാത്തതിൽ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ലെറ്റിൻ ഗോ മെത്തേഡ് ചെയ്യാത്തതാണ്. അപ്പോൾ ലെറ്റിൻ ഗോ മെത്തേഡിലേക്ക് കടക്കാം. ലെറ്റിൻ ഗോ മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ എഴുതിയ ശേഷം ഈ പേപ്പർ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പേപ്പർ ആണെങ്കിൽ ഈ ഒരു പേപ്പർ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ചുരുട്ടി ഇങ്ങനെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പതിയെ നമുക്കൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം. അതായത് ആ പേപ്പർ നമ്മൾ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നു. കുഞ്ഞായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മടക്കിയ ശേഷം നമ്മൾ നേരെ നമ്മൾ ക്യാൻഡിലേക്ക് നമുക്കൊന്ന് ബേൺ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ ഒരിക്കലും ബേൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ബേൺ ചെയ്യാം, ഒന്നുകിൽ അത് കത്തിച്ച് കളയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി എവിടെയെങ്കിലും സൂക്ഷിക്കാം. പക്ഷേ മറ്റൊരാൾ നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നടക്കില്ല. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച കാര്യം, അപ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് എന്തിനാണ് നമ്മളിത് കത്തിച്ച് കളയുന്നതെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എഴുതിയ കാര്യങ്ങൾ കത്തിച്ച് കളയുമ്പോൾ ഇത് എന്താണ്, അതിനകത്തുനിന്ന് വരുന്ന ആ ഒരു പുകയുണ്ടല്ലോ, നമ്മുടെ വിശ്വാസത്തിൻ്റെത്, നമ്മുടെ ചിന്തയുടേത്, നമ്മുടെ ആഗ്രഹങ്ങളുടേത്, എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എല്ലാ കാര്യങ്ങളും അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് യൂണിവേഴ്സിലേക്കാണ് ഇത് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഒരു എനർജി, ഞാൻ അവിടെ എൻ്റെ ആഗ്രഹങ്ങളുടേത്, എൻ്റെ ചിന്തയുടേത്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ എല്ലാത്തിനും എനിക്ക് യൂണിവേഴ്സിനോട് ഗ്രേറ്റ്ഫുൾ ആയി എന്ന രീതിയിലാണ് ഞാൻ യൂണിവേഴ്സിലേക്ക് ഞാൻ ഈ ഒരു സംഭവം അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നേരെ എങ്ങോട്ടേക്ക് എത്തുന്നു, യൂണിവേഴ്സിലേക്ക് എത്തുന്നു. അപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് ഗ്രേറ്റ്ഫുൾ ആയി എന്ന് യൂണിവേഴ്സിനൊരു ഇത് കിട്ടുമ്പോൾ യൂണിവേഴ്സ് എന്ത് ചെയ്യുന്നു, തിരിച്ച് നമുക്ക് അതിനൊരു റിപ്ലൈ എന്ന രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് അവൾക്ക് എന്താണ് ഞാൻ ഇനി കൊടുക്കാനുള്ളത് എന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കിട്ടുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് എ മാജിക്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് അല്ല, ഹാർഡ് വർക്ക് തന്നെയാണ്. ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഡ്രീം ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തു, അതൊരു മാജിക് ആണെന്ന രീതിയിൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കൊണ്ടുവരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആപ്റ്റാണ്, നമുക്ക് ചേർന്നതാണെങ്കിൽ കൊണ്ടുവരും. ഇനി കുറേ പേര് പറയുന്നുണ്ട്, അവരുടെ ഇപ്പം ഇന്ന് അവരാഗ്രഹിക്കുന്ന പങ്കാളി ഇന്നത്തെ ദിവസം അവർക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു പങ്കാളി എനിക്ക് അയാളെ വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. നിങ്ങളുമായിട്ട് സോൾ കണക്ഷൻ ആയിട്ടുള്ള ഒരാളിനെ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ ഒരിക്കലും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു നടനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കല്യാണം കഴിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് സാധിക്കില്ല. അതായത് നമുക്ക് ആരുമായിട്ടാണോ ഒരു കണക്ഷൻ ഉള്ളത്, ആ ഒരു കണക്ഷൻ വെച്ചാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. വിത്തൗട്ട് കണക്ഷനിൽ നമുക്ക് ഒന്നും സാധ്യമല്ല. അതായത് നമ്മൾ തമ്മിലൊരു കണക്ഷൻ വെച്ചിട്ടാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലെറ്റിംഗ് ഗോ മെത്തേഡ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കത്തിച്ച് കളയാം. ഇനി പറയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്.
ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിൽ ഒരിക്കലും നിങ്ങളുടെ എനർജി നിങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. വളരെ സ്പിരിച്വലായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഏറ്റവും എനർജി ഫ്ലോ കൂടിയ ഒരു ദിവസമാണ്. സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ സൂര്യനും സിരിയസും ഭൂമിയും ചേരുന്ന നേർരേഖയിൽ വരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ടാണ് ലയൺ ഗേറ്റ് പോർട്ടൽ എന്ന് ഇന്നത്തെ ദിവസത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ ഈ ഒരു കാര്യം ഡൗട്ടായിട്ട് അല്ലെ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യം നടക്കുകയോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡൗട്ട് എനർജി അവിടെ വർക്ക് ആവുന്നുണ്ട്. ആ ഒരു എനർജിയിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ആവുകയും ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ നടക്കുകയില്ല, ഫുള്ള് നമുക്ക് നെഗറ്റീവിലേക്ക് പോവുകയും ചെയ്യും. നടക്കുമോ ഇല്ലേ എന്ന ചിന്ത അവിടെ നിർത്തുക. അപ്പോൾ ഇത്രയും ലെറ്റിൻ ഗോ മെത്തേഡിൽ ഈ കത്തിച്ച് കളയുമ്പോൾ തന്നെ കത്തിച്ച് കളഞ്ഞ ശേഷം നിങ്ങൾ പിന്നെ എന്താണ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാതെ മറ്റു പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ഒരു രീതിയിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു നെഗറ്റീവിലേക്കുള്ള ചിന്തകൾ നിങ്ങൾ മാറ്റി പോസിറ്റീവ് ചിന്തകളിലേക്ക് വരിക. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ബെസ്റ്റ് ദിവസമാണ്. ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങൾക്ക് എന്തോ സംതിങ് ഒരു ലക്ക് വരാനുണ്ട്. ആ ലക്ക് വഴിയാണ് ഇന്നത്തെ ഒരു ദിവസത്തിനെ പറ്റി നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഈ ഒരു പ്രത്യേകത നിങ്ങൾ അറിയാൻ സാധിച്ചത്. ഇന്നത്തെ ദിവസം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു 3 മിനിറ്റിൻ്റെ ഷോർട്സ് നമുക്ക് 8 മണിക്കും 9 മണിക്കും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട്, അതായത് ലവ് റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഫാമിലി പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു 3 മിനിറ്റിൻ്റെ ഒരു സിമ്പിൾ അഫർമേഷൻസ് ഷോർട്സിലായിട്ട് ഇടുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഷോർട്സിലിടും. ഈ ഒരു വീഡിയോ ഇട്ട ശേഷം ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ നമ്മൾ ഷോർട്സിൽ ഇടും. അതായത് 9 മണിക്ക് മുമ്പ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ദിവസമാണ്. ഓഗസ്റ്റ് 8 ലയൺ ഗേറ്റ് പോർട്ടൽ. അപ്പോൾ നിങ്ങളുടെ ലക്ക് എന്ന് പറയുന്നത് ബാഡ് ലക്ക് ആക്കരുത്, എപ്പോഴും ഗുഡ് ലക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സോ പോസിറ്റീവ് വൈബ്സ് ഉള്ളി നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. സ്റ്റേ പോസിറ്റീവ്, ഇഗ്നോർ നെഗറ്റീവ്സ്. നിങ്ങൾ നെഗറ്റീവിനെ ഇഗ്നോർ ചെയ്ത് കളയുക. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കരുത്, അത് ബിലീവ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വിശ്വാസം നടക്കും, അത് നടന്നു എന്ന രീതിയിൽ കണ്ടുകൊണ്ട് മാത്രം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും അതിനെപ്പറ്റി അഫർമേഷൻസ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ ഇന്ന് എന്തായാലും ഇത് ഓൺലൈനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് കമൻറ്റ്സ് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറക്കരുത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ യൂണിവേഴ്സ് ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ കൊണ്ടുവന്നത്. ചിലപ്പോൾ എന്നെ കൊണ്ട് അത് പറയാൻ പ്രേരിപ്പിച്ചതും നിങ്ങളെ കൊണ്ട് കാണാൻ പ്രേരിപ്പിച്ചതും യൂണിവേഴ്സ് ആയിരിക്കും. സോ യൂണിവേഴ്സിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ ദിവസം കാണാം, നാളെ കാണാം. ഓക്കെ, ബൈ.